ഹലോ! ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടേ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നമ്മളെവിടെയോ പുറത്തേക്ക് പോവേന്ന്. ശരിയാന്ന് കേട്ടാ. നമ്മൾ 4 പേരും കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണേ. സംഭവം രാവിലെയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മാസം കുറച്ച് സ്പെഷ്യലാണ് നമുക്കെന്ന്. കുറച്ച് ഹാപ്പിനെസ് എല്ലാം കൂടുതലുള്ളൊരു മാസമാണ് ഇപ്രാവശ്യം ഈ മാസം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിന്. അതെന്തെന്ന് കാരണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടാ. രാവിലെ തന്നെ ആയതുകൊണ്ട് കുറച്ചൊരു എന്താ പറയല് മുഖമെല്ലാം ഇങ്ങനെ എണീച്ചതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. എല്ലാവർക്കും ഉണ്ട് കേട്ടാ. ഞാൻ പിന്നെ കുറച്ച് മേക്കപ്പ് എല്ലാം ഇട്ടിരുന്നേല് സംഭവം ഉറക്കപ്പിച്ചിട്ട് തന്നെയല്ലേ. അനുവിന് അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിള്ളി എടുത്തിട്ട് കൊണ്ടുപോകുന്നതാണേ. ഇന്ന് ലീവാണ് അവർക്ക്. അതുകൊണ്ട് ഉറങ്ങാൻ ഇന്നലെ ലൈറ്റ് ആവുകയും ചെയ്തിന്. ഇന്ന് രാവിലെ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ട് എണീപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ കാര്യത്തിന് നമ്മൾ പോവാതിരിക്കാൻ പറ്റൂല. നമ്മളല്ലാണ്ട് വേറെ ആരും പോയാലും ശരിയാവൂല. അങ്ങനത്തെ ഒരു കാര്യമാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് അമ്മയും അച്ഛനും വരുന്നത്. അന്നേരം നിങ്ങൾ വിചാരിക്കും അല്ലേ, അന്നേരം കഴിഞ്ഞ വീഡിയോയിൽ ആരാ വന്നേന്ന്. അത് ആക്ച്വലി എൻ്റെ അച്ഛനും അമ്മയും ആണേ. ഇത് വരുന്നത് അജയേട്ടൻ്റെ അച്ഛനും അമ്മയും. രാവിലെ 7:50 7:50 ആ സമയത്താണ് ദുബായ് എയർപോർട്ടിലാണ് അവർ ലാൻഡ് ചെയ്യുന്നത്. നമ്മൾ ഇത് ഒരു വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടാ. അന്നേരം നോർമലി വെള്ളിയാഴ്ച അധികം ട്രാഫിക് ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് പോയത്. എന്നാലും കുറച്ച് നേരത്തെ ഇറങ്ങിനിയേ. നോർമലി നമുക്കൊരു 10-20 മിനിറ്റ് കൊണ്ട് എത്തുന്നതാണ്. ട്രാഫിക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒരു മണിക്കൂർ 2 മണിക്കൂറിലേക്കെല്ലാം നീളും. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ നമ്മൾ ഇറങ്ങിന് കേട്ടാ. പക്ഷേ അവസാനം പെട്ടു ഗൈസ്. ട്രാഫിക്കിൽ പെട്ടു. കണ്ട ഈ കാണുന്ന റൗണ്ട് ബോർഡിൽ പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ നല്ല ട്രാഫിക്കാണ്. പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ ഒരു കാര്യം പറയാ വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ആര് നാട്ടിൽ നിന്ന് വരുന്ന അവരെ കൂട്ടാൻ പോകുന്ന സമയത്തും എനിക്ക് എപ്പോഴും ടെൻഷനായിരിക്കുമേ. എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് എനിക്ക് ടെൻഷനായിരിക്കും. നല്ല ഹാപ്പിയായി ആടിപ്പാടി അങ്ങനെ ഒരു പോകുന്നൊരു മൊമെൻ്റ് എൻ്റെ ഒരു എന്താ പറയുക ഉണ്ടാവലേ ഇല്ല പൊതുവെ. എപ്പോഴും എന്തെങ്കിലും ആയിട്ടൊരു ടെൻഷൻ ഉണ്ടാവും. ഈ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണ് കേട്ടോ അജയേട്ടനത്. അജയേട്ടന് ഇങ്ങനെ കുറച്ച് വറീഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ എല്ലാം വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യും കേട്ടാ. ഞാൻ പക്ഷെ അങ്ങനെയല്ല. ഞാനിങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് അങ്ങനെയായാൽ എന്താവും, ഇങ്ങനെയായാൽ എന്ത് ചെയ്യും, ഇങ്ങനെയല്ല ആയിരിക്കും എൻ്റെ ചിന്തയുണ്ടാവില്ല കേട്ടാ. ആ ഒരു മൊമെന്റ് ഫുള്ള് ടെൻഷൻ അടിച്ച് നശിപ്പിക്കും. അതാണ് എൻ്റെ ഒരു കാര്യം. പിന്നെ എനിക്ക് അവരെന്ത് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നല്ലാന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഇവർ ആദ്യമായിട്ട് വരുന്നതൊന്നല്ല, അവരിടക്കിടക്ക് വരുന്നതാണ്. അതുകൊണ്ട് അവർക്കത് ഡീൽ ചെയ്യാൻ നന്നായിട്ട് അറിയുന്നുള്ളത് അജയേട്ടന് വിശ്വാസമുണ്ട്. പക്ഷെ ഞാൻ എന്നാലും അയ്യോ എനിക്കവിടെ എത്താനാവൂലോ ആ സമയത്ത് അങ്ങനെയൊക്കെ. പിന്നെ ഞാനൊരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ എനിക്കറിയാം ഏകദേശം എന്തായാലും ഈ ട്രാഫിക് നോർമലായിട്ട് ഉണ്ടാവുന്നതാണ്. വെള്ളിയാഴ്ച കുറച്ച് കുറവാണെങ്കിലും ഉണ്ടാവുന്നില്ല കാര്യത്തിൽ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ അമ്മക്ക് ഞാൻ വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇനി അഥവാ നമ്മൾ എത്താൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ കാണുന്ന ചെയറിൽ രണ്ടുപേരും വെയിറ്റ് ചെയ്യണം, നമ്മൾ എത്തിക്കോളും. ഇങ്ങനെയുള്ള അവസ്ഥയാണ്. ചിലപ്പോൾ ട്രാഫിക്കിൽ പെടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ടെൻഷൻ ആവേണ്ട എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിനി. അന്നേരം അമ്മക്കത് ഓൾറെഡി അറിയാം. എന്നാലും ഇത്രയും ഞാൻ എന്താ പറയുക മുൻകരുതൽ എടുത്തിട്ടുണ്ടെങ്കിലും എനിക്കൊരു ടെൻഷൻ. അവസാനം വീണ്ടും ഈ പറഞ്ഞതുപോലെ വേറെ ഏതെല്ലോ വഴിയിൽ പോയി. എന്നിട്ട് അവസാനം നമുക്ക് ഈ മെയിൻ റോഡ് കയറിയാലേ നടക്കൂലോ. അങ്ങനെ വീണ്ടും അതിൽ കയറി. എനിക്കാണെങ്കിൽ എൻ്റെ മുഖം ഇങ്ങനെ ആകെ കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ ഇല്ലെങ്കിലും അതിൻ്റെ അകത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഞാനിങ്ങനെ നോക്കിയിരുന്നു. അന്നേരം ഓൾറെഡി ആപ്പ് വെച്ച് ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതായിട്ട് കാണിച്ചു. 7:80 അങ്ങനെയാ രാവിലെ 7:80 ലാൻഡിങ് ടൈം ആണെന്നത്. നമ്മൾ ഏകദേശം 7:50 അടുത്ത് തന്നെ എത്തിയിട്ടാ. ഓൾറെഡി 10 മിനിറ്റ് മുന്നേല് സംഭവം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ടായിനി. നമ്മളിപ്പോഴും ദുബായിലേക്ക് കടന്നിട്ടില്ല. ദുബായ് എയർപോർട്ടിലേക്ക് അവരിറങ്ങുന്നേ. ഷാർജയിൽ തന്നെ നീങ്ങി നിരങ്ങിക്കൊണ്ടുണ്ട് അത്രേ. നിങ്ങൾക്കത് മനസ്സിലാവും കണ്ട. ഇങ്ങനെ മെല്ലെ 20 എത്തുന്നില്ല. ഒരു എന്താ പറയാ 0-20 ഉള്ളിൽ അത്രയും സ്പീഡില്ല. അങ്ങനെ മെല്ലെ ഉരുട്ടിയിട്ടാണ് പോകുന്നത്. എനക്കാണെങ്കിൽ ഇതെങ്ങനെ ഞാൻ എന്നിട്ട് ചേട്ടനോട് പറയുന്നുണ്ട് ഞാൻ നേരെ നടന്നാലോ, വണ്ടി സൈഡിൽ നടന്നാലോ എന്ന്. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് എത്തണം എന്നുള്ളൊരു ചിന്തയാണ് ഉണ്ടായതേ. അനുവാദി രാവിലെ എണീച്ചുകൊണ്ട് തന്നെ അവര് തണുപ്പും ഉണ്ടായിരുന്നല്ലേ. രാവിലെ പൊതുവേ ക്ലൈമറ്റ് മാറിയല്ലോ. അന്നേരം ഇങ്ങനെ കൈയെല്ലാം ഉള്ളിലോട്ട് ഇട്ടിട്ട് പുതച്ച് മൂടി കിടക്കുന്ന പോലെ കിടന്നുറങ്ങിയെന്ന് കേട്ടാ. അവസാനം നമ്മൾ ആ വലിയ ട്രാഫിക് ബ്ലോക്കിന്ന് നല്ല സ്മൂത്തായിട്ടുള്ള റോഡിലേക്ക് കടന്നു കേട്ടാ. ഇതിപ്പോൾ ശരിക്കും എയർപോർട്ടിലേക്ക് പോകുന്ന റൂട്ടാണേ. അതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ശ്വാസം വീണത്. ആ സമയം ഏകദേശം ഒരു 8:15 ഈ സമയം. 7:50 ഫ്ലൈറ്റ് ഇറങ്ങുന്നത്.
ഞാനിങ്ങനെ വിചാരിക്കുന്നത് അവർക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള വഴി ഉണ്ടാവുമോ? അവർ ഞാനത് ഓൾറെഡി ഫിക്സായി എൻ്റെ മനസ്സിൽ. കാരണം അവർ പുറത്തിറങ്ങി. കാരണം 7:35 മറ്റോ എത്തിയ ഫ്ലൈറ്റ് എന്തായാലും 8 മണി 8:15 ആകുമ്പോൾ ഇറങ്ങുമല്ലോ. നമ്മൾ 8:15 കഴിഞ്ഞു അവിടെ എത്തുമ്പോൾ. അന്നേരം എന്തായാലും അവർ പുറത്ത് നിൽക്കുന്നുണ്ടാവും. എന്തുകൊണ്ട് എന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്തില്ല? ഇതെല്ലാമാണ് ഞാനിങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം മുമ്പിൽ കണ്ട ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന കണക്ക് വണ്ടി, എനിക്കാണെങ്കിൽ ഫുള്ള് എനിക്ക് അയ്യോ അയ്യോ എന്നാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, നിങ്ങൾ അതിൻ്റെ മുന്നിൽ നിർത്ത്, അറൈവലിൻ്റെ ആ ഗേറ്റിന് മുന്നിൽ നിർത്ത്, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കോളാം. പക്ഷെ നമുക്കവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതില്ല. അന്നേരം ചേട്ടൻ പറഞ്ഞു, ഇത്രയും വന്നതല്ലേ, എന്തായാലും എത്തിയില്ലേ, ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് തന്നെ അങ്ങോട്ട് പോവാം. ഇനിയിപ്പോൾ അവിടെ നിർത്തിയെടുത്ത് ഒന്നാമത് പോലീസും അതും ഇതും സെക്യൂരിറ്റി സംഭവം ഇല്ല സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഫൈൻ വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ഫുള്ള് നോക്കിയിരുന്നു അറൈവൽ. ഇപ്പോൾ ഇത് ഡിപ്പാർച്ചറാണ്, തൊട്ടപ്പുറത്ത് അറൈവൽ വരുന്നത്. അറൈവലിൻ്റെ സൈഡിലെല്ലാം നോക്കിയിരുന്നു. ഇവർ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിന്. അന്നേരം ആ ഒരു കളറിലെ ഡ്രസ്സിൽ ആരെങ്കിലും ഉണ്ടോ, കാരണം അവർ പുറത്തിറങ്ങിയോ എന്നുള്ളൊരു ഡൗട്ടില്ലേ. അന്നേരം ആൾക്കാരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വേഗം ചേട്ടൻ വേഗം വണ്ടിയിൽ, എനിക്ക് പിന്നെ വീഡിയോ എടുക്കാനുള്ളൊരു ടെൻഷനും ആയി. അവസാനം വേഗം വണ്ടീൻ്റെ അടുത്ത് പാർക്ക് ചെയ്തിട്ട് നടക്കുകയെന്ന്. ഇതിപ്പം നടന്നു. ഞാൻ പിന്നെ ഓട്ടായിരുന്നു. ഇതിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ബാക്കിൽ നടക്കുന്നതേ ഇല്ലോട്ടാ. പിന്നെ ചാടി കയറി പിന്നെ അതിൻ്റെ അകത്ത് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2 മാസം മുന്നേ ഇവർ ഫുൾ വരാനുള്ള പ്ലാനിങ്ങിലായിരുന്നേ. അന്നേരം നമ്മൾ വിസക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത സമയത്ത് പാസ്പോർട്ടിൽ ചെറിയൊരു എറർ കാരണം വിസ പാസ്സായിട്ടുണ്ടായിട്ടാ. കുറേ വെയിറ്റ് ചെയ്ത് അനുവിൻ്റെ അതിൻ്റെ വെക്കേഷൻ ആഘോഷിക്കാന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതങ്ങ് ക്യാൻസലായി പോയിട്ട് ഇത്രയും ഡിലേ ആയി. അവസാനം ഒക്ടോബർ 24 രാവിലെ ഇവരിവിടെ വന്ന് ഇറങ്ങിയിട്ടാ. ഇനിയിപ്പം അവർ വരുന്നതിൻ്റെ വീഡിയോ എല്ലാം നിങ്ങൾ ഇതിൽ കണ്ടുവേ, ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല കേട്ടാ. ലേറ്റ് ആയല്ല ശരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ, ഞാൻ അത്രയും ടെൻഷൻ അടിച്ചിട്ട് ലാസ്റ്റ് എല്ലാം സ്മൂത്തായിട്ട് പോകുന്നു. ആ പറഞ്ഞ പോലെ തന്നെയാണ് ഉണ്ടായത്. നമ്മൾ അത്രയും ഡിലേ ആയിട്ട് പോലും അവർ ആ സമയത്ത് ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പോലും ഉണ്ടായിട്ടില്ല. നമ്മൾ ഇവിടെ പോയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷമാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങി വന്നത്. അന്നേരം ഞാൻ എന്നിട്ട് അമ്മയോട് കാണിച്ചു കൊടുക്കുകയാണ്, ഇത് ഇത്രയും ട്രാഫിക്കാണ് ഉണ്ടായിന്, നമ്മൾ പെട്ട് കിടക്കുകയായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്ക് വിട്ടുവേ. പിന്നെ വീഡിയോ എടുക്കാനെല്ലാം വിട്ടു കേട്ടാ, തിരക്കായിപ്പോയി. പിന്നെ ഉച്ചയ്ക്ക് ശേഷം പെട്ടി പൊട്ടിക്കൽ ചടങ്ങിലേക്ക് നമ്മൾ 2 പേരും അല്ല 4 പേരും, അനുവാന്നേ വീഡിയോ എടുക്കുന്നത്. ആദ്യം എവിടെയുണ്ട് ആ ചേട്ടനും അച്ഛനെല്ലാം. അച്ഛൻ വന്നതിൻ്റെ ക്ഷീണത്തിൽ ഉറങ്ങുന്നുണ്ടായിനി. ആ ചേട്ടനാണെങ്കിൽ ഇന്ന് രാവിലെ എണീച്ചതിൻ്റെ ക്ഷീണത്തിൽ ഉറങ്ങുന്നത് കേട്ടാ. ഇനി പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ എല്ലാം ഞാൻ വോയിസ് ഓവർ കൊടുക്കാണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടാ. യെസ്, അമ്മടാ തേങ്ങ എത്തിപ്പോയി ഫ്രണ്ട്സ്. അതെയാ നല്ലോണം വിളിച്ചിട്ടുണ്ടായി കേട്ടോ. വെളിച്ചെണ്ണ കപ്പക്കായി കപ്പക്ക തേങ്ങ 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 ഇന്ന് തേങ്ങ മേടിക്കണം എന്ന് വിചാരിച്ചു. നീ എന്തോ ഭാഗ്യാണ്. അതെ ഇല്ല തോര ഓടുന്നില്ല. ഇതെന്തത് പൊടി അരിപ്പൊടിയിൽ എന്റെ വെറുതെ ഒന്നല്ല വെയിറ്റ് ആയത്. ദൂരം നിന്നിട്ട് എടുക്കുക. ദൂരം നിന്നിട്ട് എടുക്കുക. അരിപ്പൊടി തോര നോക്ക്.
നമ്മൾ തോന്നുന്നു തിന്നൂല അച്ഛൻ ഇതിപ്പോ എപ്പോഴും വീട്ടില് തോരക്കാരി മാത്രമേ ഇനിയിപ്പോ ഉണ്ടാക്കൂലൂ മടുക്കും. നല്ല കറുമുറ മിട്ടുവിന്റെ വന്നിട്ട് പരിപ്പൻ ചെറുപയർ അച്ഛമ്മ സപ്ലൈക്കോയോടെ നേരത്തെ മുട്ട പൊട്ടി പൊട്ടിയാണ് പെട്ടെന്ന് കൈ അച്ഛൻ കണ്ടാൽ അച്ഛൻ പറയും ഇതല്ല അവർക്ക് തന്നെ തിരിച്ച് റിട്ടേൺ ആക്കി കൊടുത്തോ. തേങ്ങയും പിന്നെ തുവരയും അരിയും എല്ലാം കൊണ്ടുവന്നുണ്ട് അല്ലേ വാങ്ങണം. അവിടെ മേടിക്കണ്ടാവാത്തത് എന്റെ വീട്ടിൽ അല്ല ഇതെല്ലാം കൊണ്ടുവന്നിട്ട് അവര് നിങ്ങളെ ഓടിക്കാത്തതാണ്. ഇത്രയും സാധനം എടുത്തിട്ട് അരിപ്പൊടി എത്ര ദിവസം പുട്ടുപൊടിയല്ലേ അല്ല മറ്റേ പഴം അവർക്കെന്നെ കിട്ടില്ല. അതന്നെ കൊഴപ്പില്ലപ്പാ. പിന്നെ അവര് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് മറ്റേ പൊങ്ങില്ല തന്നെയായിരിക്കും. പൊങ്ങുണ്ടോ നോക്കിയമ്മ അമ്മ നോക്ക് അമ്മ നോക്ക് അമ്മ നോക്ക് ആദ്യ നോക്ക് കൊട്ട കട്ടാക്കണ്ട നോക്ക് അമ്മ. 9, 10, 11 ധാരാളം 11 4 അതെല്ലേ വിട്ടോടെ നമ്മൾ ആ സഞ്ചി സഞ്ചി വെള്ളവും പെട്ടി കഴിഞ്ഞു. രണ്ടാമത്തെ പെട്ടി സ്റ്റെക്കാക്കിട്ട് എടുക്കുന്നുണ്ട്. ആ പെട്ടി നമ്പർ 2 നെക്സ്റ്റ് പെട്ടി. ഈ പെട്ടിയാണ് കഴിഞ്ഞു. ഈ പെട്ടി പൊട്ടിക്കല്ലേ എടുത്തിട്ട് പോലെ ആദ്യമൊക്കെ വീഡിയോ നീ 0.5 ഇട്ടിട്ട് എടുക്കാനോ 0.5 തന്നെ. കൈ മാറ്റിയേ കൈ മാറ്റണേ പൊട്ടത്തി കൈ ഓ അത് ഇതിനെയാണ് ഇത്രക്ക് ചാടി. എനിക്കറിയില്ല അതിന്റെ വില അതിന്റെ സാധനം എന്തെന്ന് അറിയാം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അങ്ങനത്തെ പിന്നെ അതുപോലെയാണ് എടുത്ത് വെച്ചാൽ പന്ത്രണ്ട് തേങ്ങയായി. എനിക്ക് തേങ്ങ കൊണ്ട് എനിക്ക് കുറച്ച് നാളത്തേക്ക് ഇത് നമ്മളെ അപ്പക്കെട്ട് ഇത് നമ്മളെ പൊടിയുടെ അച്ചാർ അത് നമ്മളെ അച്ചാർ ആദ്യം വെച്ചു ചുക്കാപ്പിയെല്ലാം ഉണ്ട്.
ഇത് മഞ്ഞപ്പൊടി ഇത് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി എനിക്ക് അന്നത്തെ ഉണ്ടത്ര മല്ലിപ്പൊടിയോ മഞ്ഞപ്പൊടി നല്ല സ്മെല്ല് നല്ല ഫ്രഷ് ഇല്ല ഞാൻ ഒരു മഴ വന്നിട്ട് പോയി ഇത് ഞങ്ങൾ രണ്ട് വേവിക്കണം ഒരു ചെറുപ്പക്കാരിനെ കാണാൻ തുടങ്ങിയിട്ട് പൊട്ടി നിറച്ച് മേക്കർ അമ്മ വരുമ്പോ ഓനെ എന്തെല്ലാം കൊണ്ടുപോയിട്ട് തേങ്ങ 12 13 തേങ്ങയായി 13 16 തേങ്ങ ഇനി വെറുതെ വെല്ലം വെല്ല അല്ല അച്ചപ്പം അല്ല മറ്റേ പലഹാരം പറയുമ്പോ ഒരാള് വന്നു അച്ചപ്പം പോലത്തെ സാധാ അച്ചപ്പല്ല കേട്ടോ കിട്ടണ്ടേ ഇതൊന്ന് ഓപ്പണാക്കിയ പേട കിട്ടീന് നമ്മള് ഇഷ്ടപ്പെട്ട സാധനം പേട കിട്ടി പേട പേട അമ്മയോട് പറഞ്ഞ സാധനം എന്താ എന്റെ അമ്മ ഇപ്രാവശ്യം അതന്നെ 30 കിലോ പേട മിൽക്ക് പേടിയാണ് ചപ്പ് ചപ്പ് ചപ്പ്. ഇപ്രാവശ്യം അച്ഛൻ അവര് വരുന്ന സമയത്ത് 30 കിലോ ഇല്ലല്ലോ അന്നേരം അത്രയും ഇല്ല വെയിറ്റ് അന്നേരം അധികം സാധനമില്ല ഇത് പാർലേജ് ബിസ്ക്കറ്റ് കൊടുത്തു ഏ? പാർലേജ്. ഇപ്പൊ ഫോട്ടോ ഫോട്ടോ താങ്ക് യു അങ്ങനെ നമ്മൾ പെട്ടി പൊട്ടിക്കലും കഴിഞ്ഞു കേട്ടാ ഈ കൊണ്ടുവന്നതിൽ ഒരു സാധനം പോലും ഞാൻ മുൻകൂട്ടി അമ്മയോട് വേണമെന്ന് പറഞ്ഞ സാധനമല്ലേ അവര് കണ്ടറിഞ്ഞു കൊണ്ടുവന്നതാണ് കേട്ടാ അതിപ്പം 2 വീട്ടുകാരായാലും നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അവർക്ക് നമ്മളെ മനസ്സ് നല്ലോണം അറിയാം അതുകൊണ്ട് അവരെന്നെ എന്തൊക്കെയോ വാങ്ങിച്ചിട്ട് കൊണ്ടുവരലാണ് ഈ ഒരു മാസം എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മാസമാണേ കാരണം എൻ്റെ അച്ഛനും അമ്മയും അജയേട്ടൻ്റെ അച്ഛനും അമ്മയും ഈ മാസമാണ് ഇവിടെ എത്തിയത് ഫസ്റ്റ് ടൈം ആണ് കേട്ടാ രണ്ടുപേരും ഒരേ സമയത്ത് യു എയിലേക്ക് വരുന്നത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് പോലെയല്ലോ ഒന്നിച്ചുണ്ടാവുന്നത് അങ്ങനെ ഈ ഒരു വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നേ ഇനിയുള്ള വീഡിയോയിൽ ചില സമയം അച്ഛനും അമ്മേനെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടാ എന്നാ പിന്നെ ഓക്കെ